എന്തുകൊണ്ടാണ് CMRL കമ്പനി കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർക്കും അതുപോലെ രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കൾക്കും പണം കൊടുത്തത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് അവരുടെ ഇടപാട്? അവർ കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ് ഈ കരിമണൽ. ഈ കരിമണൽ പിന്നെ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കടത്തിക്കൊണ്ടുവന്നൊരു കമ്പനിയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ധാരാളം പരാതികൾ നേരത്തെയുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ, അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ഇമ്പാക്റ്റ് അത് മറച്ചു വയ്ക്കാൻ ഒക്കെ തന്നെ പരമാവധി ആളുകളെ സ്വാധീനിക്കാൻ അവർ ശ്രമം നടത്തും. ആ ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ കഴിഞ്ഞ 2 തവണയായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ സ്വാധീനിക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സേവനം കൊടുക്കൽ മാത്രമല്ല, അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കമ്പനിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ കർശനമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക, കർശനമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷേ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് അവർ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ കൊടുക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ CSR ഫണ്ടുകളായിട്ട് പണം ചെലവാക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. സ്വകാര്യ കമ്പനികൾ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ അതൊന്നും അല്ലാതെ ഒരു ഇൻഡിവിജ്വലിന് അവരുടെ ഒരേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളാണ്. അവർക്ക് പണം കൊടുക്കുന്ന സമയത്ത് ഒന്നുകിൽ അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, അവർ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരാളല്ല, അവരും ഈ കമ്പനി തമ്മിൽ കരാറുണ്ടാക്കുമെന്ന് പറഞ്ഞു. കരാർ പ്രകാരം ഒന്ന് സേവനം എന്നുള്ളത് അത് ആർക്കും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം അതിനകത്ത് ഇൻവോൾവ് ആണ്. അത് ആ പണം എങ്ങനെ വന്നു, എന്തിന് കൊടുത്തു, അതൊരു വിഷയം തന്നെയാണ്. അപ്പം അത് എത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ മുഴച്ചു നിൽക്കും. ഇപ്പോഴും അത് മുഴച്ചു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അന്വേഷണം വേണ്ടതായിട്ട് വരും. കമ്പനികൾ ആളുകളെ കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതൊരു ലീഗൽ ഇഷ്യൂ ആണ്. ഇന്ത്യയിലുള്ള കമ്പനികൾ, ഇന്ത്യൻ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട കമ്പനികൾ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ഇപ്പം അങ്ങനെയുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. ഹൈക്കോടതിയാണ് ആ കേസിൽ കൂടുതൽ ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി കൊടുത്തിരിക്കുന്നത്. ആ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം പൂർത്തീകരിക്കുന്നത് വരെ കോടതിയുടെ കീഴിലല്ലേ നടക്കുന്നത്, കോടതിയാണല്ലോ അത് പരിശോധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പരിശോധനാ പ്രക്രിയ, ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രക്രിയ പൂർത്തിയാകുന്നത് വരെ നമ്മളിത് രാഷ്ട്രീയമായിട്ടോ കക്ഷി രാഷ്ട്രീയപരമായിട്ടോ അതിനെ കാണുന്നതിൽ അർത്ഥമില്ല. കാരണം ഇപ്പം നോക്കൂ, ED എന്ന് പറഞ്ഞ സംഘം എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതിനെ BJPയുടെ രാഷ്ട്രീയ പരിപാടികളുടെ ഒരു നടത്തിപ്പ് ഏജൻസി മാത്രമായിട്ട് അത് ചുരുങ്ങി എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പുറത്താരെയും അത് തൊടാൻ പോയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ആ സംഘം ഒരു BJP ലീഡറെയോ അയാളുടെ കുടുംബത്തെയോ അന്വേഷിച്ചു വരുന്നതിനെ നമ്മൾ സമീപിക്കേണ്ടത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ആവശ്യമുണ്ടോ? അല്ല, അതിൽ പ്രശ്നം കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ ED ഇടപെട്ടിട്ടുള്ളത്. കർണാടകയിൽ ഇടപെട്ടിട്ടുണ്ട്, ചിദംബരത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഡൽഹിയിൽ കേജ്രിവാളിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അവിടുത്തെ ഉപമുഖ്യമന്ത്രി സിസോദിയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവരൊക്കെ നിയമപരമായിട്ട് പ്രക്രിയയിലൂടെ, അല്ലാണ്ട് ഏതെങ്കിലും അതിൽ ഉദ്യോഗസ്ഥന്മാരെ അടിക്കാനോ അവരെ കൊല്ലാനോ ശ്രമിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? യഥാർത്ഥത്തിൽ എന്താ ഈ പ്രശ്നം? എന്തിനാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? BJP രാഷ്ട്രീയ പാർട്ടികൾ ആ കാര്യത്തിൽ എടുക്കേണ്ട നിലപാടിൽ ഒരു ഒരുമ വേണ്ടതുണ്ടോ എന്നാണ്. അല്ല, അതൊക്കെ വേണം. പക്ഷേ ഇതുവരെയുള്ള ഇന്ത്യയിലെ ഒരു സിസ്റ്റം അനുസരിച്ച് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, നിയമവാഴ്ചയുള്ള രാജ്യമാണ്. നിയമവാഴ്ചയിലൂടെ തന്നെയാണ് കേജ്രിവാളും സിസോദി അടക്കമുള്ള ആളുകൾ ആ കേസിൽ നിന്ന് പുറത്തേക്ക് വരികയും സുപ്രീം കോടതി അതിശക്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുള്ളത്. അപ്പോൾ BJP കക്ഷി രാഷ്ട്രീയപരമായിട്ട് അവർ ദുരുപയോഗിക്കുന്നത് യാതൊരു സംശയമില്ല. പക്ഷേ അതിനെ നേരിടേണ്ടത് എങ്ങനെയാണ്? നിയമവാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ വേണം. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏകപക്ഷീയമായിട്ട് അവരെ കടന്നാക്രമിക്കുക. അവിടെയാണ് ഈ പ്രോബ്ലം മുഴുവൻ വരുന്നത്. ഈ കേരളത്തിൽ നിയമവാഴ്ചയോട് ബഹുമാനമില്ലാത്തൊരു കക്ഷിയാണോ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ടുള്ളത്? ഈ ചോദ്യം ആളുകൾ ചോദിക്കില്ലേ? ഒരു ഉദ്യോഗസ്ഥന്മാർ വരുന്ന സമയത്ത്, അവരന്വേഷിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇങ്ങനെയാണോ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷി പെരുമാറേണ്ടത്? ഇത്തരം വിഷയങ്ങൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിലുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ സംഭവത്തിനകത്ത് CPM വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ പറയുന്നത്. ഈ പൈസ എന്ന് പറയുന്നത് 1.25 ലക്ഷം കോടി, 1.25 കോടി എന്നുള്ള വലിയ എമൗണ്ട് അല്ല. പക്ഷേ ഈ പണം വാങ്ങിയ രീതി, ഇതിന് കൊടുത്തതായിട്ട് പറയുന്ന സേവനത്തിൻ്റെ ഒരു ദുരൂഹത, അതുപോലെ
തന്നെ അതിനോടുള്ള റിയാക്ഷൻ ഇതെല്ലാം വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ നൈതിക പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെടുത്തിരിക്കുന്ന നിലപാടുകൾ കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുന്ന നിലപാട് ഒരു കാരണവശാലും കേരളീയ സമൂഹത്തിനകത്ത് അവർക്കൊരു ഒരു ലെജിറ്റിമസി നൽകുന്ന ഒന്നല്ല. കാരണം മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ള കക്ഷികൾ ഈ പ്രശ്നത്തെ നേരിടുന്നത് വളരെ വ്യത്യസ്തമായിട്ട് വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് അവരുടെ ഭാഗത്തു നിന്ന് വന്നത്. അത് തന്നെയാണ് അവരുടെ ബേജാറ്. എന്തിനാ ഇങ്ങനത്തെ ബേജാറുണ്ടായ ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു സാധാരണ ഒരു കേസിനകത്ത് ഇത്ര കേസുകൾ നമ്മൾ ഇടപെടുന്നുണ്ട്, എത്ര കേസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ മാത്രം ഇങ്ങനെ വയലൻ്റ് ആവേണ്ട എന്താവശ്യം ഇതിനകത്തുള്ളത്? അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളുടെ എന്താ പറയുക ക്രോർ കിടക്കുന്നത്.